മന്ത്രി റോജി എം ജോണിനെതിരെ പരിയത്തുകാവ് ഉന്നതി നിവാസികൾ കണ്ണാട്ട് കുടുംബത്തിന് അനുകൂലമായാണ് മന്ത്രി അടക്കമുള്ളവർ നിലപാടെടുക്കുന്നതെന്ന് സമരസമിതി ആരോപിച്ചു. പ്രശ്നപരിഹാരത്തിനായി 4 തവണ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം നടന്നു. കോടതി അനുവദിച്ച സമയത്തിന് മുൻപ് പ്രശ്നം പരിഹരിക്കാതെ പോലീസിനെ ഉപയോഗിച്ച് കുഴിയൊഴിപ്പിക്കാനാണ് നീക്കമെന്നും ഉന്നതി നിവാസികൾ ആരോപിച്ചു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഈ ഉന്നതിയിലെ നിവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും അവരുടെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, കോടതി സാവകാശം അനുവദിച്ചിരുന്നു. മലയിടംതുരുത്ത് പാര്യത്തുകാവ് ഉന്നതി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 16-ാം തീയതി വരെയാണ് സാവകാശം നൽകിയിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടതാണ്. ചർച്ചകൾ നടക്കുന്നുണ്ട്, ഈ പ്രശ്നം കോടതിക്ക് പുറത്ത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ സാവകാശം നേടിയിരുന്നത്. പക്ഷേ അതിനി ശേഷിക്കാൻ 3 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇതോടൊപ്പം തന്നെ 4 തവണയാണ് മന്ത്രി റോജി എം ജോണിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ ചർച്ച നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ചർച്ച ഫലം കാണുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഉന്നതിയിൽ തന്നെ ഇപ്പോൾ താമസിക്കുന്ന ഇടത്തെ ഭൂമി തന്നെ വേണമെന്നാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ആളുകൾ ഉന്നയിക്കുന്നത് ആവശ്യം. അതുപോലെ തന്നെ അതേസമയം ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ അവിടെ നിന്ന് മാറി തൊട്ടപ്പുറത്ത് 5 സെൻറ്റ് വീതം നൽകുകയാണെങ്കിൽ അവിടെ വീട് വെച്ച് നൽകാൻ സർക്കാർ തയ്യാറാണെന്നും അതിനോട് അനുകൂലമായി അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് ഈ ഉന്നതി നിവാസികൾ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നിശ്ചയിച്ചിരുന്ന ചർച്ചയിൽ രാത്രി നിശ്ചയിച്ചിരുന്ന ചർച്ചയിൽ കളക്ട്രേറ്റിലാണ് ആ ചർച്ച നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ആ ചർച്ചയിൽ ഈ കണ്ണോട്ട് കുടുംബം, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട കേസായിരുന്നത്, ആ സ്വകാര്യ വ്യക്തിയും ഈ സ്ഥലത്തിൻ്റെ ഉടമ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുള്ള വ്യക്തിയുടെ കുടുംബാംഗങ്ങളൊന്നും തന്നെ ഇന്നലെ നടന്ന ചർച്ചയിൽ പങ്കെടുത്തില്ല. ഈ റോജി എം ജോണും അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥരും ഈ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സമരസമിതി ആരോപിക്കുന്നത്. ഈ കോടതി അനുവദിച്ച അധിക സമയം, അതായത് ഈ സാവകാശം തീരുന്നതുവരെ പ്രശ്നപരിഹാരം നീട്ടിക്കൊണ്ടു പോവുകയും അതിനുശേഷം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ ഉപയോഗിച്ച് ഇവിടെ നിന്ന് കുടിയിറക്കുകയും ഇവിടുത്തെ ഭൂമി പൂർണ്ണമായും ഇവർക്ക് തന്നെ ലഭ്യമാകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് മന്ത്രി റോജി എം ജോൺ അടക്കം പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ പാര്യത്തുകാവ് സമരസമിതി ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത്. വെറും 3 ദിവസം മാത്രമേ ഇനി പ്രശ്നപരിഹാരത്തിനായിട്ടുള്ളൂ. ഈ 5 സെൻറ്റ് ഭൂമി ഈ പ്രദേശത്ത് തന്നെ, അതായത് ഈ തർക്കഭൂമിയുടെ ഒരു ഓരത്ത് തന്നെ വേണമെന്നുള്ള ആവശ്യത്തോട് അംഗീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് നടന്ന ചർച്ചയിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും ചർച്ച ചെയ്ത് തീരുമാനം അറിയിക്കാമെന്നായിരുന്നു ഈ കുടുംബം അറിയിച്ചിരുന്നത്. പക്ഷേ ആ കുടുംബത്തിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. ഇന്നലെ നടക്കുന്ന ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നായിരുന്നു പ്രതീക്ഷ എന്നായിരുന്നു മന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ പ്രശ്നപരിഹാരമായില്ല. അതിനിടെയാണ് ഇപ്പോൾ മന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഉന്നതി നിവാസികൾ, പ്രദേശവാസികൾ ഉന്നയിച്ചിരിക്കുന്നത്. മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ